ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ്റേക്ക്. എന്തെങ്കിലും എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഹെയർ ബോ തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ഇത് തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസിങ് ആവാറായി, ഒത്തിരിയും പേർക്ക് ഇതുകൊണ്ട് ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത് തന്നെ ഇടുന്നത്. കാരണം ഒരുപാട് പേരും സ്കൂളിൽ നിന്നൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ മോഡൽസ് ഇടുമെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോഡൽസ് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള മോഡൽസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബിൽ മനസ്സിലാവുക നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡേഷൻ പോകും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്തോളൂ, പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ഇഞ്ചിൻ്റെ ഓർഗൻസ റിബണാണ്, റെഡും വൈറ്റും. എന്നിട്ട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ട് എടുക്കണം കേട്ടോ. ഒത്തിരി കൂടുതൽ ഇങ്ങനെ അടിങ്ങി ചെയ്യണ്ട, ചെറിയൊരു രീതിക്കുള്ള ഫ്രില്ലിട്ടും എടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ടിക് ടാക് സ്ലൈഡ് മേക്ക് ചെയ്യുന്നത്. സെയിം തന്നെയാണ്, കുറച്ച് കൂടുതലായിട്ട് മെറ്റീരിയൽ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ബോ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോയോ മെറ്റൽ ബോയോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് ഈ ഒരു ഇത് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് സാറ്റിൻ്റെ റിബൺ യൂസ് ചെയ്തിട്ടും ചെയ്യാം. രണ്ടും രണ്ട് ഭംഗിയായിരിക്കും എന്നേ ഉള്ളൂ. 2 റിബൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ട് വേണമെങ്കിൽ ഈ വർക്ക് ചെയ്യാം, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണല്ലോ ഗ്രോസ് ഗ്രെയിൻ റിബൺ. അപ്പോൾ അത് ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ ഇങ്ങനെയുള്ള ബോയൊക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. 45 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ക്ലിപ്പും ബോയും കൂടെ ഒന്നിച്ചിട്ട് വേണമെങ്കിലും സെയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഷോപ്പിൽ 80 രൂപ 65 രൂപയൊക്കെ ബോയ്ക്ക് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണ് ബോയുടെയൊക്കെ റേറ്റ് വരുന്നത്, ഹെയർ അക്സസറീസിന് കടയിൽ എങ്ങനെയാണ് റേറ്റ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് റേറ്റ് ഇടുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഏരിയയിലേക്ക് റേറ്റ് വെച്ചിട്ടാണ് ഞാൻ റേറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കടയിൽ റേറ്റ് വരുന്നത് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ റേറ്റ് ഇടാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽസിൻ്റെയൊക്കെ റേറ്റൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ. അതുപോലെ സ്കൂളിൽ നിന്ന് ഓർഡർ എടുത്ത ഒത്തിരി കൂട്ടുകാരുണ്ട്, ഒരുപാട് പേരും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹെയർ അക്സസറീസ് കിറ്റ് ഉണ്ടായിരുന്നല്ലോ, 250 രൂപയുടെ കിറ്റ്, ഒരുപാട് പേരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് വാങ്ങി മേക്ക് ചെയ്ത് കുറേ സെയിലായി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. മാഷാഅല്ലാഹ്, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ കുഞ്ഞ് ഫ്രില്ലിട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് കളറ് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ബോയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒട്ടിച്ചു തുടങ്ങുക കേട്ടോ. ഇങ്ങനെയുള്ള നമ്മൾ ഫുൾ കവർ ചെയ്യുന്ന വർക്കുകളൊക്കെ സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലാണ് നമുക്ക് 2 സൈഡും ഈക്വലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണം എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും കേട്ടോ. അതിൽ നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇത്ര സെയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ കയറിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ കിട്ടും, എങ്ങനെയാണ് നമ്മൾ വിലയിടേണ്ടത്, എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യം. ഇപ്പോൾ കുറേ കൂട്ടുകാർ പുതുതായിട്ട് ചാനലിലോട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അവരായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഇങ്ങനെ പറയുന്നത്. പഴയ കൂട്ടുകാരുണ്ട് ഒരുപാട് പേര്, അവർക്കറിയാം നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെയർ അക്സസറീസ് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചാനൽ കയറിയിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് ഓർഡർ എടുക്കുന്ന ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ചർച്ചിൽ നിന്ന് ഓർഡർ എടുക്കാൻ പറ്റും, അങ്ങനെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ക്രിസ്മസ് ആയിട്ട് ഇപ്പോൾ വൈറ്റ് കളർ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പള്ളിയിലത്തേക്കൊക്കെ ഇടാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹെയർ ബോയോ അല്ലെങ്കിൽ അതിൻ്റെ അക്സസറീസോ ഒക്കെ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതും നോക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റായിരുന്നു. അപ്പോൾ ഇന്നലെ ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴേ ആലോചിച്ചു, സ്കൂളിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഈ ഒരു വഴിയുണ്ട്, ഈ ഒരു ബിസിനസ് ഈ ക്രിസ്മസ് ടൈമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഒത്തിരി മോഡൽസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മോഡൽ സെലക്ട് ചെയ്ത്
ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റോണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക കേട്ടോ. മൊത്തത്തിൽ സ്റ്റോൺ ഷീറ്റ് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടവിട്ടിട്ട് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം, ബീഡ്സ് വെച്ച് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഓക്കെ, ഇത് കുഞ്ഞു മക്കൾക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി വാവാക്കായിരിക്കും ഇത് കൂടുതൽ ഭംഗി ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മറക്കണ്ട, തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീട്ടിലൊരു ഇരുന്ന് കൊണ്ടൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ്, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബോ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അധികം റിസ്ക് ഇല്ലാത്ത ഒരു ടൈപ്പ് ഹെയർ ബോയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു സെയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിലത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.